അഭിയന്തരായ ഈ മഹാസമ്മേളനത്തിൻ്റെ ഉദ്ഘാടകൻ, ഇന്ത്യയിലെ ഫാസിസ്റ്റ് വിരുദ്ധ സമര പോരാട്ട രംഗത്തെ അതികായകനായി നിൽക്കുന്ന RB ശ്രീകുമാർ IPS, അഭിയന്തനായ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ്റെ സംസ്ഥാന അധ്യക്ഷൻ, ഈ വേദിയുടെ അധ്യക്ഷൻ അഭിയന്തനായ സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ബഹുമാന്യനായ അബ്ദുസ്സമദ് സാഹിബ് പൂക്കോട്ടൂർ, നാസർ ഫൈസി തുടങ്ങി വേദിയിലെ പ്രഗത്ഭരായ SKSSFൻ്റെയും സമസ്തയുടെയും നേതാക്കൾ, സുദീർഘമായി പ്രസംഗിക്കേണ്ട അവസരമില്ലാത്ത വിധം ഇവിടെ ഏറെ വിഷയസംബന്ധങ്ങളായി എല്ലാം ബഹുമാന്യരായ നേതാക്കൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ എന്തിനാണ് ഇങ്ങനൊരു പരിപാടി സംഘടിപ്പിച്ചത് എന്നതിൻ്റെ ലക്ഷ്യങ്ങളെക്കുറിച്ച് സവിസ്തരം എൻ്റെ മുമ്പേ പോയ പ്രഭാഷകരെല്ലാം തന്നെ വിസ്തരിച്ചു കഴിഞ്ഞ സ്ഥിതിയിൽ ഞാനൊരു ദീർഘപ്രസംഗം നടത്തുന്നത് അനുചിതമാണെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഈ ഒരു പരിപാടിയിൽ മാത്രം അവസാനിപ്പിക്കാനല്ല, രാജ്യത്ത് നിന്ന് നടന്നു വരുന്ന ഈ വർഗീയ ധ്രുവീകരണത്തിനെതിരായി ശക്തമായ ബോധവൽക്കരണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകാനാണ് ഈ ബദർ ദിനത്തിൽ ഇത്രയേറെ പ്രതികൂലമായ കാലാവസ്ഥകൾ നിലനിൽക്കുമ്പോഴും നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഞാൻ അഭിയന്തനായ ശ്രീകുമാർ സാറിനോട് സൂചിപ്പിക്കാനുള്ളത്, നാട്ടിൽ വർഗീയ ധ്രുവീകരണങ്ങളുണ്ടായ സമയങ്ങളിലെല്ലാം ഏറ്റവും ശക്തമായി വർഗീയ വിരുദ്ധ ക്യാമ്പയിനുകൾ നടത്തിയിട്ടുള്ളത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്. അങ്ങ് ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു അറബനൈസേഷൻ അല്ല, രാജ്യത്തിൻ്റെ സാംസ്കാരികമായ പൈതൃകത്തോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഒരു സമൂഹം എന്ന നിലയിൽ ആ സമൂഹത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ, അതിൻ്റെ സ്വത്വത്തെ നിലനിർത്തി എങ്ങനെ ജീവിക്കാമെന്ന് പഠിപ്പിച്ച പൂർവ്വ പൈതൃകങ്ങളുടെ മനോഹരമായ പാരമ്പര്യമാണ് കേരളത്തിലെ മുസ്ലിങ്ങൾ ഉൾക്കൊള്ളുന്നത്. അവർക്ക് സ്വാംശീകരണത്തെക്കാളപ്പുറം ഒരുമിച്ചു ചേരാനും ഒരുമിച്ചു നിൽക്കാനും, എന്നാൽ ഇന്ത്യയുടെ ബഹുസ്വരത അംഗീകരിക്കാനും സാധ്യമായിരുന്നു. അതുകൊണ്ടാണ് നമ്മുടെ പാരമ്പര്യങ്ങളിൽ എപ്പോഴും കാണാൻ സാധ്യമാകുന്നത് പോലെ തൻ്റെ പള്ളി പണിതയാൾക്ക് തന്നെ അയാളുടെ സ്വന്തം ക്ഷേത്രം പണിയാൻ ആവശ്യമാകുന്ന, അതിനാവശ്യമായ പറമ്പ് കൊടുത്തിട്ടുള്ള നാട് കേരളമാണ്. മഹാനായ ഖാദി ഉമർ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അദ്ദേഹത്തിൻ്റെ പരിശുദ്ധമായ മസ്ജിദിനു വേണ്ടിയുള്ള സ്ഥലം ചോയി എന്ന് പറയുന്ന സഹോദരനെ ഏൽപ്പിച്ചു കൊടുത്തതിനു ശേഷം, ആ പള്ളി പണിതതിനു ശേഷം അദ്ദേഹത്തിന് നൽകിയ സംഭാവന, സ്വന്തം തറവാട്ടിലെ സ്ഥലമെടുത്ത് അത് അതിർത്തി നിശ്ചയിച്ചു കൊടുത്തിട്ട് നിനക്ക് വേണമെങ്കിൽ അവിടെ ക്ഷേത്രം പണിയാമെന്ന് പറയുകയും, ഇന്നും നാം കാണുന്ന വെളിയങ്കോട്ട പള്ളിയുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ക്ഷേത്രം ഇങ്ങനെ മനോഹരമായൊരു സൗഹൃദത്തിൻ്റെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. സാമൂതിരി രാജാക്കന്മാർക്കൊപ്പം നടന്നു കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ. സാമൂതിരി ഞങ്ങൾക്ക് കാലിമാർക്ക് ശമ്പളം കൊടുത്ത ആളാണെന്ന് പറഞ്ഞ് ജിഹാദിന് പ്രേരിപ്പിച്ചത് ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം രണ്ടാമനാണ്. സാമൂതിരി മഹാരാജാവിൻ്റെ പടയാളികളായ നായർ പടയാളികൾ കോട്ട പിടിച്ചടക്കി എന്നറിയുമ്പോൾ ആ കോട്ട പിടിച്ചടക്കിയതിൻ്റെ വിജയാഹ്ലാദം നടത്താൻ വേണ്ടി ഫതഹുൽ മുബീൻ എന്ന ഗ്രന്ഥം എഴുതിയത് കേരളത്തിൻ്റെ ആത്മീക ജീവിതത്തെ ഏറ്റവും ധന്യമാക്കിയ, ഒരുപക്ഷേ മലയാളക്കര കണ്ട ഏറ്റവും മനോഹരമായ കാവ്യതല്ലജത്തിൻ്റെ പിതാവ് എന്ന് പറയാവുന്ന മഹാനായ ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളുടെ മുഹിയുദ്ദീൻ മാല എഴുതിയിട്ടുള്ള മഹാനായ ഖാലി മുഹമ്മദ് കൂടിയാണ് എന്ന ബോധ്യമുണ്ടാകുമ്പോഴാണ് ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും പൈതൃകത്തിൽ നമ്മൾ കാണുന്നത് ഈ മുസ്ലിം ഹിന്ദു സാഹോദര്യമാണ്. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ എന്നല്ല ഇന്ത്യയുടെ തന്നെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഫക്കീറുമാരായ സൂഫി വര്യന്മാരുടെ ജീവിതം അതെത്രമേൽ സൗഹൃദത്തിലായിരുന്നു. ഇന്ത്യയുടെ അഭിവന്ദ്യനായ ഗാന്ധിജി പറയുന്നത് കാണാം, ഇന്ത്യയിൽ ഞാൻ കണ്ട ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി ഞാൻ മനസ്സിലാക്കുന്നത്, ഇന്ത്യയിലേക്ക് കടന്നു വന്ന സ്നേഹധന്യരായ തൂമന്ദസ്മിതവുമായി കടന്നു വന്ന സൂഫിയുടെ ജീവിതത്തിലൂടെയാണ് ഇസ്ലാം പ്രചരിതമായത് എന്നാണ്. My association to the noblest Musliman has taught me that Islam has been spread not with sword but with the prayerful love of unbroken series of fakirs and Sufis. സൂഫിയുടെയും ഫക്കീറിന്റെയും അണമുറിയാത്തൊരു ശൃംഖലയുടെ സ്നേഹമന്ദസ്മിതമാണ് ഇന്ത്യയിലെ ഇസ്ലാമിക പ്രചാരത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്ന് ഗാന്ധിജി പറയുമ്പോൾ നമ്മൾ പഠിക്കേണ്ടത്, ഇന്ത്യയിലെ ഇസ്ലാം എന്നല്ല ലോകത്തെ തന്നെ ഇസ്ലാമിന്റെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ സാധ്യമാകുന്നത് ഈ സ്നേഹധന്യതയാണ്. ഇവിടെ ഈ അഭിയന്തനായ ശ്രീകുമാർ സാർ സൂചിപ്പിച്ച ചില കാര്യങ്ങളുണ്ട്, അത് ഞാൻ സൂചിപ്പിച്ചു പറയുന്നു. ഇവിടെ നിന്ന് ആടുമേക്കാൻ വേണ്ടി പോയവരാണ് ശ്രീകുമാർ സാറിനെ കൊണ്ട് ഈ പരിപാടി പറയിപ്പിച്ചത്. അത് SKSSF അല്ല,
അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെയോ അല്ലെങ്കിൽ SKSF-ന്റെയോ പാരമ്പര്യമേ അല്ല. ഈ നാട്ടിൽ ഈ നാടിന്റെ ബഹുസ്വരതക്കം ജീവിച്ചുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ആധ്യാത്മികതയിൽ ജീവിക്കാൻ കഴിയുമെന്ന് പഠിപ്പിച്ചവരല്ലേ നമ്മുടെ നേതാക്കൾ. അതുകൊണ്ടല്ലേ വാഴക്കാട്ടെ മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ശുദ്ധധന്യമായ സാത്വിക പാരമ്പര്യത്തിന്റെ ഏറ്റവും മനോഹരമായ ഉദാഹരണമായി നിൽക്കുന്ന മഹാനായ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ മഹാനവറുകൾ ഒരു തെറ്റും ഒരു കറാഹത്ത് പോലും ചെയ്തിട്ടില്ലെന്ന് ജീവിതം കൊണ്ട് തെളിയിച്ച മഹാനാണ്. പക്ഷെ ആ ജീവിതം ആ രീതിയിൽ ജീവിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധ്യമാകും അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകാനുള്ള ആവശ്യമാകുന്ന കാറ് പോകാനുള്ള വഴി കൊടുക്കാൻ തീരുമാനിക്കുന്നത് ആ നാട്ടിലെ ക്ഷേത്രഭാരവാഹികളാണ്. എനിക്കെന്റെ അനുഭവം കൊണ്ട് പറയാനാകും. ഞാൻ സംസ്കൃതം അദ്വൈത വേദാന്തം MA ചെയ്ത ആളാണ്. ഞാൻ അങ്ങനെ പറയാൻ പ്രധാനപ്പെട്ട കാരണം ഒന്നും തൊടാൻ പാടില്ല എന്ന് ഞങ്ങൾ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ ഇതെല്ലാം ഉൾക്കൊള്ളാനും പഠിക്കാനും അന്വേഷിക്കാനും പോകുന്നവരാണ്. എൻ്റെ വിദ്യാർത്ഥികളെ ഞാൻ ഇന്ന് സംസ്കൃതം പഠിപ്പിക്കുന്നു. കേരളത്തിലെ ഏറ്റവും പ്രഗത്ഭനായ നാരായണ പിഷാരടി എന്ന് പറയുന്ന പ്രഗത്ഭനായ ഒരു മഹാപണ്ഡിതന്റെ അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് എൻ്റെ കുട്ടികൾക്ക് സംസ്കൃത അധ്യാപനത്തിന്റെ വ്യാകരണ പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഞാനതിൽ സ്വാഗതം ചെയ്തു പറയുന്നു. കാരണം ഒരു നാടിന്റെ സംസ്കാരം അറിയണം, ഒരു നാടിന്റെ മനസ്സറിയണം. ഒരു സമൂഹത്തിന്റെ ആത്മാവിനെ തിരിച്ചറിയുമ്പോൾ അവിടെ എന്താണെന്ന് മനസ്സിലാക്കാൻ സാധ്യമാകുമ്പോൾ നമുക്ക് ഒരുമിച്ച് പോകാൻ സാധ്യവും. അങ്ങനെ ഒരുമിച്ച് പോകണമെന്നുള്ളതിന്റെ യാഥാർത്ഥ്യം ഏറ്റവും കൂടുതൽ വിളിച്ചു പറഞ്ഞതാണ് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷൻ. അതുകൊണ്ട് ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം. ഒരിക്കൽ വിദ്യാപീഠം എന്ന് പറയുന്ന തന്ത്രവിദ്യാപീഠം എന്ന് പറയുന്ന ആലുവക്കടുത്തുള്ള ഒരു ഗ്രാമത്തിലെ ക്ഷേത്ര സംബന്ധിയായ ശാസ്ത്രം പഠിപ്പിക്കപ്പെടുന്ന തന്ത്രിമാരെ പടച്ചുവിടുന്ന സ്ഥാപനത്തിൽ ഒരിക്കൽ പോയി. ആ സ്ഥാപനത്തിന് മറ്റൊരു പ്രത്യേകതയുണ്ട്. അത് മാധവാചാര്യ എന്ന ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഐഡിയോളജിയുടെ ഫിലോസഫറായ മാധവാചാര്യ സ്ഥാപിച്ചതാണ്. മാധവ് ആചാര്യ സ്ഥാപിച്ചിട്ടുള്ള ഈ സ്ഥാപനത്തിന് സ്വാഭാവികമായും അതിൻ്റെതായ ചില സ്വഭാവം ഉണ്ടാവും. ഞാനവിടെ ചെല്ലുമ്പോഴും ഡ്രില്ല് കാണുന്നുണ്ട്. പക്ഷെ എന്നെ സ്വീകരിച്ചു കൊണ്ടുപോയി മാനേജർ അദ്ദേഹത്തിന്റെ ഓഫീസിലിരുത്തി. എന്നിട്ട് അദ്ദേഹം എന്നോട് കുശലാന്വേഷണത്തിന്റെ ഇടയിൽ ചോദിച്ചു, നിങ്ങൾ ഏത് സംഘടനയിൽ പ്രവർത്തിക്കുന്ന ആളാണ്? ഞാൻ പറഞ്ഞു, ഞാൻ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു വിനീത പ്രവർത്തകനാണ്. അദ്ദേഹത്തിന്റെ കണ്ണു നിറഞ്ഞു. അദ്ദേഹം പറഞ്ഞ ഒരു കാര്യമുണ്ട്, ഞാൻ കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാരുടെ നാട്ടുകാരനാണ്, കണ്ണിയത്ത് ഉസ്താദിന്റെ നാട്ടുകാരനാണെന്ന് പറഞ്ഞിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഞങ്ങൾ ചെറുപ്പക്കാർ കണ്ണിയത്ത് ഉസ്താദ് നടന്നു വരുന്ന വരമ്പത്ത് നിന്ന് മാറാതിരിക്കാൻ വേണ്ടി പണിപെട്ടിട്ടുണ്ട്. പക്ഷേ ആ മനുഷ്യൻ വരുമ്പോ നമ്മൾ അറിയാതെ മാറിപ്പോകുന്ന ഒരു വല്ലാത്ത വ്യക്തിത്വ പ്രതിഭാസമായിരുന്നു കണ്ണിയത്ത് അഹ്മദ് മുസ്ലിയാർ എന്ന് പറയുന്നത്. ഇത്തരം സവിശേഷ പ്രാധാന്യമുള്ള ഒരു സ്ഥാപനത്തിന്റെ മാനേജറാണ്. എന്തേ അങ്ങനെ പറയാൻ കാരണം, ഇന്ത്യയുടെയും നാടിന്റെയും ബഹുസ്വരതക്കൊപ്പം ജീവിക്കാൻ കഴിയുന്നു നമുക്ക്. എന്നാൽ ഈ നാടിന്റെ ബഹുസ്വരതക്കൊപ്പം ജീവിക്കുമ്പോൾ തന്നെ ആ നാട്ടിന്റെ സംസ്കാരത്തോട് ആ രീതിയിൽ തന്നെയുള്ള ബന്ധം നിലനിർത്തുമ്പോഴും സ്വന്തം സംസ്കാരത്തിന്റെ സ്വത്വം നിലനിർത്താൻ നമ്മൾ തയ്യാറാണ്. ഇന്ത്യയിൽ അങ്ങനെ പാടില്ലെന്ന് പറയാനാകോ? അഭിനന്ദനായ ശ്രീകുമാർ സാർ സൂചിപ്പിച്ചല്ലോ, വിളക്ക് കൊളുത്തുന്നതിൽ കാര്യത്തിൽ നമുക്കാർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ വിളക്ക് ഏതെങ്കിലും ഒരു പ്രതീകമായും ഒരു പാരമ്പര്യവുമായും വരുമ്പോൾ ആ വിളക്ക് സംബന്ധമായി ഞങ്ങൾക്ക് ചില അഭിപ്രായങ്ങൾ ഉണ്ടാകാം. ആ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമാണ് ഇന്ത്യയുടെ ഭരണഘടന നൽകുന്നത്. ഞാൻ ഓർക്കുന്ന ഒരു കേസ് ഇമ്മാനുവൽ വേഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള എന്ന കേസാണ്. ആ കേസ് ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെത്തിയതാണ്. ഇന്ത്യയുടെ സുപ്രീം കോടതിയിലെത്തിയപ്പോഴാണ് ഈ നാട്ടിലെ ഒരു സ്കൂളിൽ നാഷണൽ ആന്തം, അതായത് ദേശീയ ഗാനം ചൊല്ലില്ലെന്ന് പറഞ്ഞു യഹോവ സാക്ഷികളായ കുട്ടികൾ. അവർ പറഞ്ഞു, ഞങ്ങൾക്ക് ദേശീയ ഗാനം ചെല്ലാൻ കഴിയില്ല, ഞങ്ങളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് പറ്റില്ല. സ്കൂൾ അധികൃതർ പുറത്താക്കി, ഗവൺമെന്റ് അതിന്റെ കൂടെ നിന്നു. പക്ഷേ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിന്റെ മുമ്പിൽ ചെന്നപ്പോ ആ കുട്ടികളുടെ കേസ് വിചാരം ചെയ്യുന്ന സമയത്ത് കോടതി പറഞ്ഞത് എന്തറിയോ? ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടനക്ക് വളരെ മനോഹരമായ ഒരു പാരമ്പര്യമുണ്ട്. അതിന്റെ 25-ാം ആർട്ടിക്കിൾ, all persons are equally entitled to freedom of conscience and the right freely to practice, profess and propagate religion. ഇന്ത്യയിൽ ജീവിക്കുന്ന ആർക്കും അവരുടെ മതം പ്രബോധനം ചെയ്യാൻ, പ്രഘോഷണം ചെയ്യാൻ, പ്രചരിപ്പിക്കാൻ, അതു സംബന്ധമായുള്ള പ്രാക്ടീസ്, അതു സംബന്ധമായി ആചാരം നടത്താനുള്ള സ്വാതന്ത്ര്യം ഇന്ത്യയുടെ ഭരണഘടന തന്നതാണ്. ഇന്ത്യയിലെ ഒരു ന്യൂനപക്ഷ വിഭാഗമാണെങ്കിൽ ആ വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പ്രത്യേകം ചില അവകാശങ്ങളും കൂടിയുണ്ട്. If there is any minority culture which wants to preserve its culture, script and language, the state shall not impose upon it any culture which may be locals or otherwise എന്ന് പറഞ്ഞു തരുന്നതാണ് ഇന്ത്യയുടെ ഭരണഘടന. ഈ രാജ്യത്തെ ഒരു ന്യൂനപക്ഷ സമൂഹം അല്ലെങ്കിൽ ഒരു ന്യൂനപക്ഷ ഭാഷാ സംസ്കാരം അത് നിലനിൽക്കുന്നുവെങ്കിൽ അവർക്കുമേൽ വൈദേശികമോ സ്വദേശീയമോ ആയ ഒന്നും അടിച്ചേൽപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു ഈ രാജ്യത്തിന്റെ സംസ്കാരം, ഈ രാജ്യത്തിന്റെ ഭരണഘടന. അതുകൊണ്ട് തന്നെ ആ കൃത്യമായി അതിന്റെ ജഡ്ജ്മെന്റിൽ പറഞ്ഞു, ഈ കുട്ടികളുടെ അവകാശങ്ങളിൽപ്പെട്ടതാണ് അവർക്ക് മിണ്ടാതെ നിൽക്കാനും കഴിയുന്ന അവകാശം, മൗനമായി നിൽക്കാൻ, ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ എന്ന് പറയുന്ന അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായി അവർക്ക് മൗനമായി നിൽക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്.
അതുകൊണ്ട് ഇന്ത്യയുടെ പാരമ്പര്യം എന്ന് പറയുന്നത്, ഇന്ത്യയുടെ ഭരണഘടന പഠിപ്പിക്കുന്നത് ഹാമണിയാണ്, ഇന്ത്യയുടെ പാരമ്പര്യം പഠിപ്പിക്കുന്നത് ഹാമണിയാണ്, ഇന്ത്യയുടെ ചരിത്രം പഠിപ്പിക്കുന്നത് ഹാമണിയാണ്. ലെറ്റ് us not dilute it. അതിലൊരിക്കലും വെള്ളം ചേർക്കാൻ പാടില്ല എന്ന് പറയുകയായിരുന്നു ഇന്ത്യയുടെ സുപ്രീം കോടതി. ഇന്ത്യയുടെ സുപ്രീം കോടതിക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്, നമ്മുടെ കോടതികൾക്ക് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. പക്ഷേ ദൗർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നത്, ഇന്ത്യയുടെ പരമോന്നതമായ നീതിപീഠങ്ങളിൽ, പ്രത്യേകിച്ചും സംസ്ഥാന തലങ്ങളിൽ നിൽക്കുന്ന ഹൈക്കോടതി എന്ന് പറയുന്ന വളരെ ആധികാരികമായ ശബ്ദം, അവിടെയാണ് ചിലർ പറയുന്നു പശു ദൈവമാണത്രേ, പശു മാതാവാണത്രേ. ഞാൻ പശു മാതാവാണെന്നതിന് ഞാൻ തർക്കം പറയുന്നില്ല, അത് ഏതെങ്കിലും ഒരു വിഭാഗം അങ്ങനെ വിശ്വസിക്കുന്നുവെന്ന് പറയുന്നതിന് നമുക്ക് തർക്കമില്ല. പക്ഷേ ഇന്ത്യയുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ പോളിസിയുടെ ഭാഗമായി നിൽക്കുമ്പോൾ ഒരു രാജ്യത്ത് ഉത്തരവാദിത്തപ്പെട്ട ന്യായാധിപൻ ആ ന്യായപീഠത്തിൽ ഇരുന്നു കൊണ്ട് അങ്ങനെ പറയുകയും അതെന്റെ ആത്മാവിന്റെ വിളിയാണെന്ന് പറയുകയും ചെയ്താൽ എത്ര ഭീകരമായിരിക്കും രാജ്യത്തിന്റെ അവസ്ഥ? നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഞാൻ ഒരു ന്യായാധിപനായ ഒരു മുസ്ലിം പറയാണ് എന്റെ ഖുർആന്റെ വിളി പ്രകാരം ഞാൻ ഇന്നത് പറയുന്നു എന്ന് പറഞ്ഞാൽ, ഖുർആന്റെയോ അല്ലെങ്കിൽ ഗീതയുടെ വിളിയല്ലല്ലോ, അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇന്ത്യ മഹാരാജ്യത്തിന്റെ ഭരണഘടന എന്ന നിലയിൽ രാജ്യത്തിന്റെ ഭരണഘടനാ പ്രകാരമുള്ള വിധിയല്ലേ നടപ്പിലാക്കേണ്ടത്. ആ വിധി പ്രകാരം നടപ്പിലാക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അതിനോട് സമരസപ്പെടുകയല്ലാതെ നമ്മൾ ഒരിക്കലും അതിനോട് സമരം ചെയ്തില്ല. പക്ഷേ നീതിപൂർവകമല്ലെങ്കിൽ രാജ്യത്തിന്റെ നിയമത്തെ അനുസരിച്ചുകൊണ്ട് തന്നെ ആ നീതി നേടിയെടുക്കാൻ ഏതറ്റം വരെയും പോകാൻ ഞങ്ങൾ തയ്യാറാണ്. ഹാദിയയുടെ പ്രശ്നം വന്നു, നമ്മൾ പറയുന്നു ഒരേ സ്റ്റാൻഡിലാണ് ഞങ്ങൾ നിൽക്കുന്നത്, ഒരൊറ്റ സ്റ്റാൻഡിലാണ്. എന്താണത്? ഇന്ത്യയിലെ ന്യൂനപക്ഷ പ്രശ്നങ്ങളുടെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശക്തമായ സ്റ്റെപ്പ് എടുത്തുള്ളത് സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനാണ്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയാണ്. 2-3 വർഷങ്ങൾക്ക് മുമ്പ് PCMA വന്നു, പ്രൊഹിബിഷൻ ഓഫ് ചൈൽഡ് മാരേജ് ആക്ട്. അഭിനന്ദനായ പാപ്പി മുസ്ലിയാർ എല്ലാ മതസംഘടനകളെയും വിളിച്ചു പറഞ്ഞു, ചില സാമൂഹികമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്, ചില നിയമപരമായ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഈ വിഷയ സംബന്ധമായി രാജ്യത്തിന്റെ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് തന്നെ ന്യായമായ നീതി വ്യവഹാരവുമായി മുന്നോട്ട് പോകാൻ നാം തയ്യാറാകണം, ബോധവൽക്കരണം വേണം. നമ്മൾ ഒന്നിച്ചു നിന്നു. ജമാഅത്തെ ഇസ്ലാമി പറഞ്ഞു, ഇന്ത്യയിലെ പാർലമെന്ററി ജനാധിപത്യത്തിന്റെ മഹത്വത്തിന്റെ കൂടെയല്ലാതെ നമുക്ക് നിൽക്കാൻ പറ്റൂല. ഏത് ജനാധിപത്യം? ഒരു കാലത്ത് ജനാധിപത്യത്തെയും ഒരു കാലത്ത് മതേതര സംഹിതകളെയും മാറ്റി പറയുകയും നിഷേധിക്കുകയും നിരാകരിക്കുകയും ചെയ്തവർ. ഇവിടുത്തെ STP-കാരൻ പറഞ്ഞു അങ്ങനെ തന്നെ. പക്ഷേ സമസ്ത പറഞ്ഞു, രാജ്യത്തിന്റെ ഈ നീതിയുടെയും നിയമവ്യവസ്ഥയുടെയും ഉള്ളിൽ നിന്നുകൊണ്ട് തന്നെ ഈ ആക്ട് സംബന്ധമായ ചില നിയമപ്രശ്നങ്ങളുണ്ട്. നിയമപ്രശ്നമുണ്ടെന്ന് നമ്മളല്ല പറഞ്ഞത്, നമ്മൾ അങ്ങനെ പറയുമ്പോഴേക്കും ഹൈക്കോടതികൾ പറയാൻ തുടങ്ങി. രാജ്യത്തിന്റെ സുപ്രീം കോടതി പറഞ്ഞു, ഒരു സ്റ്റേറ്റ് ജാക്കറ്റ് ഫോർമുല പോലെ പെൺകുട്ടികളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ വേണ്ടി പ്രത്യേകമായ ഒരു പ്രായം കൊടുക്കുന്നത് അസാധ്യമാണെന്ന് ഇന്ത്യയുടെ നീതിപീഠം പറയുകയും ചെയ്തു. അങ്ങനെ പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങളെ ബോധവൽക്കരിക്കണമെന്നായിരുന്നു സമസ്ത കേരള ജമിയത്തുൽ ഉലമ. രണ്ടാമത് പ്രശ്നം വന്നു, ശരീഅത്ത് പ്രശ്നം. ശരീഅത്ത് പ്രശ്നം രണ്ടാമത് വന്നതല്ല, പലപ്പോഴും വന്നതാണ്. 85-ൽ വന്നതാണ്. അന്നും നമ്മൾ ഒരുമിച്ച് നിന്നു. ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ വികാരത്തോടൊപ്പം നിൽക്കാൻ മഹാനായ ഗുലാം മഹ്മൂദ് ബനാത്വാല സാഹിബ് അന്ന് ഇന്ത്യയുടെ പാർലമെന്റിൽ നെഞ്ചലച്ച് അദ്ദേഹത്തിന്റെ പ്രസംഗം നടന്നു. ആ പ്രസംഗം നടന്നപ്പോഴാണ് രാജീവ് ഗാന്ധി പറഞ്ഞത്, അങ്ങയുടെ വികാരം ഇന്ത്യയുടെ മുസ്ലിങ്ങളുടെ വികാരമെങ്കിൽ ഞാനത് ഏറ്റെടുക്കും, ഞാൻ അങ്ങയുടെ ബില്ല് ഗവൺമെന്റിന്റെ ബില്ലാക്കി കൊണ്ടുവരും. അദ്ദേഹം കൊണ്ടുവന്ന ഒരു സ്വകാര്യ ബില്ലാണ്. ശരിക്കും പറഞ്ഞാൽ പിന്നെ മുസ്ലിം വിമൻ പ്രൊട്ടക്ഷൻ ആക്ട്. ആ ആക്ട് സംബന്ധമായിട്ടുള്ളതെല്ലാം വായിച്ചാൽ നമുക്കറിയാൻ സാധ്യമാവും, മുസ്ലിം പെൺകുട്ടിയുടെ അവകാശ സംരക്ഷണത്തിന് വേണ്ടിയായിരുന്നു അത്. അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടിയുടെ അവകാശ സംരക്ഷണത്തിന് ഇസ്ലാം എവിടെയാ തടസ്സം? 937-ലാണ് ഒരു പെൺകുട്ടി പഞ്ചാബിൽ, അവർ അന്നത്തെ ഇന്ത്യ ഭരണകൂടമാകുന്ന ബ്രിട്ടീഷ് ഇന്ത്യയിലെ കോടതിയിൽ ഒരു കേസ് കൊടുത്തു. ആ കേസിൽ അവർ പറഞ്ഞു, എന്റെ പിതാവിന്റെ സ്വത്തിൽ എനിക്ക് അവകാശമുണ്ട്. കോടതി പറഞ്ഞു, സാമ്പ്രദായികമായ പാരമ്പര്യാനുസൃതമായ നിയമപ്രകാരം അങ്ങനെ ഒന്നില്ല. ബ്രിട്ടീഷുകാർക്ക് കസ്റ്റംസേ അറിയുള്ളൂ. അവർ പറഞ്ഞു, പാരമ്പര്യാനുസൃതമായി അങ്ങനെ പിതാവിന്റെ സ്വത്തിൽ പെൺകുട്ടിക്ക് അവകാശമില്ല. ആ അവകാശം സ്ഥാപിച്ചു തരണമെന്ന് പറയാൻ ഇന്ത്യയിലെ മുസ്ലിം പണ്ഡിതന്മാരുടെ പ്രക്ഷോഭ പരിപാടികൾ വിജയിച്ചതിന്റെ ഭാഗമായിരുന്നു ശരീഅത്ത് ആപ്ലിക്കേഷൻ ആക്ട്. ഒരു മുസ്ലിം പെൺകുട്ടിയുടെ സ്വാതന്ത്ര്യ പ്രശ്നമായിരുന്നു. അവരുടെ പൈതൃക സ്വത്ത് അവൾക്ക് കിട്ടണമെന്ന് പറയാനായിരുന്നു. ഒരിക്കലും അത് ഇന്ത്യയിലെ ക്രിമിനൽ നിയമങ്ങളെ അപ്പോൾ ചെയ്താനല്ല. ഇന്ത്യയിലെ എല്ലാ നിയമങ്ങളെയും പരിശോധിച്ചാൽ നമുക്കറിയാൻ സാധ്യമാകും, ആ നിയമങ്ങൾക്കൊക്കെ ഇസ്ലാമികമായ സ്വാധീനമുണ്ട്. മുസ്ലിം ഭരണകൂടങ്ങളുടെ സ്വാധീനമുണ്ട്. നമ്മുടെ ജുഡീഷ്യൽ പ്രോസസ് മുഴുവൻ അങ്ങനെയാണ്. വക്കാലത്തായാലും വക്കീലായാലും തഹസീലായാലും ആമീനായാലും റദ്ദായാലും അതുപോലെ തന്നെ വസൂലാക്കലായാലും തഹസിൽദാറായാലും എവിടെ നോക്കിയാലും ജുഡീഷ്യൽ പ്രോസസ്സിന്റെ ഭാഗം മുഴുവനും അറബ് പദങ്ങളുടെ വലിയ ധാരാളിത്തം കാണാനാവും. എന്തേ കാര്യം? അത് വലിയൊരു സ്വാധീനമുണ്ട്. IPC വലിയൊരു സ്വാധീനമാണ്.
അത് കേണൽ മക്കാലെ മാത്രം എഴുതി വെച്ചതല്ല, ഒരു കാലഘട്ടത്തിന്റെ പാരമ്പര്യത്തിന്റെ ഭാഗമായി വന്നിട്ടുള്ള ഇസ്ലാമിക ഭരണകൂടത്തിന്റെ ഇസ്ലാമിക് അഡ്മിനിസ്ട്രേഷന്റെ ഭാഗമായി വന്നതാണ്. ഞാൻ പറയുന്നത് അതുകൊണ്ട് എല്ലാം ഇസ്ലാമികവൽക്കരിക്കണമെന്നൊന്നും അല്ല നമ്മൾ പറയുന്നത്. മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കാൻ ഭരണഘടനാദത്തമായ അവകാശമുണ്ടല്ലോ, ആ അവകാശം മാത്രമേ നമ്മൾ ചോദിക്കണുള്ളൂ. ആദ്യ വിഷയത്തിലും അത് മാത്രമേ ഉള്ളൂ. അവിടെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളെ കോടതി പറഞ്ഞിട്ടുള്ളത് ഒന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. അങ്ങനെ ഉണ്ടായെങ്കിൽ അത് അന്വേഷിക്കാൻ വേണം. അവിടെ ആ പെൺകുട്ടിയുടെ ഭർത്താവായി വന്നയാൾക്ക് വേറെ ഏതെങ്കിലും ലക്ഷ്യങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ അന്വേഷിക്കണം, സധൈര്യം അന്വേഷിക്കണം. കാരണം സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷനെ പോലെ അത് പറയാൻ ആർജവമുള്ള ഒരു സംഘടനയുമില്ല. കാരണം ഭീകരവാദമെന്നോ തീവ്രവാദമെന്നോ കേട്ടാൽ പേടിച്ചോടുന്ന പല സംഘടനകളുടെയും കൂട്ടത്തിൽ നാം സധൈര്യം പറയുന്നു, ഏതെങ്കിലും തീവ്രശക്തിയിൽ കേരളത്തിന്റെ മുസ്ലിം മനസ്സ് മലീമസമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നുവെങ്കിൽ അന്വേഷിക്കട്ടെ ഉത്തരവാദിത്തപ്പെട്ടവർ. നമുക്കതിൽ യാതൊരു തരത്തിലുള്ള കുസൃതിയില്ല. എന്താ കാര്യം? നമ്മൾ ആ വിഷയത്തിൽ വളരെ ശക്തമായി നിൽക്കും. ഒരർദ്ധരാത്രിയുടെ അർദ്ധനിമിഷത്തിൽ പോലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ഒരു നേതൃത്വവും ഒരു ഉത്തരവാദിത്തപ്പെട്ടയാളും ഇന്നേ വരെ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. തീവ്രവാദത്തിന്റെ അവസാനത്തെ വേരും അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ശ്രമകരമായ പരിപാടിയിൽ പ്രിയപ്പെട്ട ശ്രീകുമാർ സാർ അങ്ങയോടൊപ്പം നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ഈ പോരാട്ടത്തിന്റെ ഭാഗമായി നിൽക്കും. ഇന്ത്യയുടെ ജനാധിപത്യം സംരക്ഷിക്കപ്പെടണം, ഇന്ത്യയുടെ മതേതരത്വം സംരക്ഷിക്കപ്പെടണം. വർഗീയ ധ്രുവീകരണത്തിനെതിരായുള്ള അങ്ങയുടെ പോരാട്ടം ഞങ്ങളുടെ തന്നെ പോരാട്ടത്തിന്റെ ഭാഗമായി ഞങ്ങൾ കാണുന്നു. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ യാതൊരു ബേജാറില്ല. ഞാൻ ഈ റമദാൻ മാസം മുന്നിൽ കണ്ടുകൊണ്ട് വേറൊന്നും പറയാൻ ആഗ്രഹിക്കില്ല, പലതും മനസ്സിൽ വരാഞ്ഞിട്ടില്ല. പക്ഷെ മനസ്സിൽ വരുന്നത് ഇപ്പോ തൽക്കാലം പിടിച്ചു നിർത്തി പറയുന്നു, സംയമനമാണല്ലോ പ്രധാനം. അതുകൊണ്ട് ഞാൻ പറയുന്നു, പക്ഷേ ഒന്നുണ്ട്, ആ കേസിൽ എന്തെങ്കിലും ആ തരത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സംബന്ധമായി അന്വേഷിക്കട്ടെ. പക്ഷെ മറ്റൊന്ന്, നമ്മുടെ നീതിപീഠം ഒരിക്കലും പറയാൻ പാടില്ലാത്ത പലതും അതിലെഴുതി വെച്ചു. ഒരിക്കലും പറയാൻ പാടില്ലാത്തത് ഒരു കാളി കാർമ്മികത്വം വഹിച്ച് കൃത്യമായി നടന്നിട്ടുള്ള മുസ്ലിം പേഴ്സണൽ ലോ പ്രകാരം ശരിയാകുന്ന ഒരു വിവാഹം, ആ വിവാഹത്തെ കുറിച്ചാണ് കോടതി പറഞ്ഞത്. Therefore, the alleged marriage is null and void. അത് null and void ആണ്, അത് അസാധുവാണ് എന്ന് പറയുമ്പോ ഒരു പെൺകുട്ടി നേർക്കുനേരെന്ന് കോടതിയോട് മൊഴി പറയുന്നു. ഞാൻ എന്റെ ഇഷ്ടപ്രകാരമാണ് ഈ കൺവേർഷൻ നടത്തിയത്, എന്റെ ഇഷ്ടപ്രകാരമാണ് ഈ വിവാഹം നടക്കുന്നതെന്ന് പറഞ്ഞാൽ രാജ്യത്തെ ഒരു പൗരയുടെ മൗലികമായ അവകാശത്തെ തൊട്ടുകളിക്കുന്ന വിധത്തിലേക്ക് ന്യായാധിപ സമൂഹം മാറുന്നുവെങ്കിൽ അത് വളരെ അപകടകരവും ദൂരവ്യാപകമായ പ്രത്യാഘാതം ക്ഷണിച്ചു വരുത്തുന്നതുമാണ്. അതുകൊണ്ടാണ് നാം പ്രതിഷേധിക്കുന്നത്. പക്ഷെ പ്രതിഷേധമോ നാം കൃത്യമായ അച്ചടക്കത്തിലാണ്. ഇവിടെ നിൽക്കുമ്പോ അഭിനന്ദനായ നാസർ ഫൈസി സൂചിപ്പിച്ചല്ലോ, ഞാനൊന്ന് പറയാം. ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് 50-ൽ താഴെ നിൽക്കുന്ന ഈ പോലീസ് സഹോദരന്മാരെയാണ്, അങ്ങയുടെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെയാണ്. 50-ൽ താഴെ മാത്രം. എന്തിനാ അവരൊരു പ്രതീകാത്മകത മാത്രം സൃഷ്ടിക്കുകയാണ്, ബാരിക്കേഡില്ല. അവർക്ക് യാതൊരു തരത്തിലും മനസ്സുകൊണ്ടൊരു ടെൻഷനും അനുഭവിക്കേണ്ടി വരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ ഇവിടെ കൂടിയവർ സമസ്ത കേരള സുന്നി വിദ്യാർത്ഥി ഫെഡറേഷന്റെ അച്ചടക്കമുള്ള അനുയായികളാണ്. വിക്ഷുബ്ധതകൾ മനസ്സിലുണ്ടെങ്കിൽ പോലും അടക്കി നിന്ന് ഈ രാജ്യത്തിന്റെ ജനകീയമായ ജനാധിപത്യ സംവിധാനങ്ങളെ അനുസരിക്കാൻ ബാധ്യസ്ഥരെന്ന് ഇസ്ലാം പഠിപ്പിച്ച ആ ബോധം നിലനിൽക്കുന്ന സമൂഹമാണ്. അതേസമയം 2 ആഴ്ച മുമ്പ് വേറോടെ കണ്ടു, കേരളത്തിന്റെ ഹൈക്കോടതിയുടെ തൊട്ടുമുമ്പിൽ ഇംപീച്ച് ചെയ്യുമത്രേ. സാധാരണ ഏത് കോടതിയിലെ ഏത് ജഡ്ജിനും നമ്മൾ ഇതൊക്കെ പറയുമ്പോഴും കോടതി ഒരു ജഡ്ജ്മെന്റ് നടത്തിയാൽ ആ ജഡ്ജിക്ക് എപ്പോഴും ഒരു ഇമ്മ്യൂണിറ്റി ഉണ്ട്. ആ ഇമ്മ്യൂണിറ്റിയെ ഇംപീച്ച് ചെയ്യാൻ ആർക്കാ അധികാരം? ആവശ്യമില്ലാത്ത വിവരക്കേടുകൾ വിളിച്ചു പറയാൻ വേണ്ടി മാത്രമായി അങ്ങനെ ഒരു പ്രതിഷേധം നടക്കുന്നതിന് പകരം രാജ്യത്തിന്റെ ജനാധിപത്യ നിയമവ്യവസ്ഥയുടെ ഭാഗമായി നിൽക്കുന്ന വിധം ഞങ്ങൾ നടത്തുന്ന ഈ സമരങ്ങളാണ് നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് എന്നാണ് അത്തരം ആളുകളോട് എനിക്ക് പറയാനുള്ളത്. ഇത് അച്ചടക്കമുള്ളതാണ്, രാജ്യത്തിന്റെ നിയമവ്യവസ്ഥയോടൊപ്പം നിൽക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും വർഗീയമായ ഒരു അന്ധത ഉണ്ടാക്കിയെടുക്കാനുള്ള ശ്രമങ്ങളുടെ ഒരു ചെറിയ അർത്ഥത്തിലെ പോലും ഒരു അഗ്നി പടർത്താൻ നമുക്ക് സാധ്യമല്ല. നമ്മൾ മുസ്ലിങ്ങൾ അങ്ങനെയാണ്. ആടുമേക്കാൻ എന്തിനാ പോണ്ടത് ദമ്മാജിലേക്ക്? അള്ളാഹുവിന്റെ പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന ദൗത്യം കേരളത്തിൽ ഏറ്റെടുത്തു വന്നത് യമനിൽ നിന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാരും സയ്യിദുമാരുമാണ്. ഇങ്ങോട്ട് വന്നവർ അങ്ങോട്ട് പോയിട്ടില്ല. അപ്പോ ഇവിടെ അത്തരത്തിലുള്ള വികലമായ ആശയധാരകൾ കൊണ്ടുവന്ന ചില ആളുകളുണ്ട്. നമ്മൾ എതിർക്കുന്നു, 100% എതിർത്തുകൊണ്ട് പറയുന്നു ഈ രാജ്യത്തിന്റെ ബഹുസ്വരതക്കൊപ്പം നിൽക്കും. പക്ഷേ ആ ബഹുസ്വരത സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ അതത് സമൂഹങ്ങളുടെ അസ്തിത്വബോധം സംരക്ഷിക്കാനുള്ള ഭരണഘടനാപരമായ അവകാശം നാം അത് നിലനിർത്തുകയും ചെയ്യും. അതുകൊണ്ട് SKSF-ന്റെ ഈ ബദർ ദിനത്തിലെ ഈ പരിപാടി അഭിനന്ദനായ ശ്രീകുമാർ സാർ ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ എത്തിയതിൽ ഞാൻ പ്രത്യേകം അഭിനന്ദനവും നന്ദിയും അറിയിച്ചുകൊണ്ട് ഇവിടെ കൂടിയ ഈ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാർ വ്യത്യസ്ത ദേശങ്ങളിൽ നിന്ന് വിശുദ്ധമായ ബദറിന്റെ ഒരുപാട് സ്മരണകൾ
വിജയം നൽകിയതെന്ന് മാത്രമല്ല, ധർമ്മസ്ഥാപനത്തിന്റെ മഹത്വം അത് പ്രഖ്യാപിക്കുന്നതാണ് പരിശുദ്ധമായ ബദർ. ബദർ ഒരു യുദ്ധമാണെന്ന് പറയുന്നതിനേക്കാളുമേറെ ഒരു ധാർമ്മികമായ ഒരു സമൂഹ സൃഷ്ടിയുടെ അനിവാര്യതയുടെ ഭാഗമായി നിലനിന്നതാണ്. അങ്ങനെ ഖുർആനെ മാത്രം നോക്കി ചിലർ പറയുന്നു, ഇതാ യുദ്ധം പറഞ്ഞിരിക്കുന്നു. ഞാൻ പറയട്ടെ, യുദ്ധം പറഞ്ഞു എന്ന് പറയുന്നതിനെ വ്യാഖ്യാനിക്കാൻ പഠിക്കണം. എല്ലാ യുദ്ധങ്ങൾക്കും അതിന്റെ സാഹചര്യങ്ങളുണ്ട്. അതിന്റെ കോണ്ടെക്സ്റ്റിൽ നിന്ന് പഠിക്കാതിരിക്കുന്നിടത്തോളം കാലം ഏത് വേദഗ്രന്ഥത്തെയും നോക്കി നമുക്ക് പറയാം ഭീകരമാണെന്ന്. ഇന്ത്യയിലെ ഫാസിസ്റ്റുകൾ പറയുന്നു ഖുർആൻ ഭീകരൻ. ഞാൻ ചോദിക്കട്ടെ, ധർമ്മക്ഷേത്രമാകുന്ന കുരുക്ഷേത്രത്തിന്റെ മുന്നിൽ നിൽക്കുന്ന അർജുനൻ, തന്റെ മുന്നിൽ ബന്ധുജനങ്ങൾ മുഴുവനും യുദ്ധോത്സുകരായി നിൽക്കുമ്പോഴാണ് എനിക്ക് വയ്യ ഈ യുദ്ധം ജയിക്കാൻ എന്ന് പറയുന്നത്. ആ ചോദ്യമാണ് ഇങ്ങനെ ചോദിച്ചത്, കഥം ഭീഷ്മമഹം സംഘേ ദ്രോണം ച മധുസൂദന ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. എങ്ങനെയാ ഞാൻ യുദ്ധം ചെയ്യേണ്ടത്? കഥം, എങ്ങനെയാണ് യുദ്ധം ചെയ്യേണ്ടത്? ഭീഷ്മ പിതാമഹരോടും ദ്രോണാചാര്യരോടും യുദ്ധം ചെയ്തിട്ട് ഞാൻ എങ്ങനെയാണ് ഈ രാജ്യം പിടിച്ചടക്കേണ്ടത് എന്ന ചോദ്യം ചോദിക്കുന്നത്. ഇഷുഭി പ്രതിയോത്സ്യാമി പൂജാർഹൗ അരിസൂദന. ഏ കൃഷ്ണ, എന്റെ മുമ്പിൽ നിൽക്കുന്ന മഹാരഥന്മാരായ ഈ പിതാമഹനെയും ആചാര്യനെയും കൊന്നിട്ട് എനിക്കെന്തിന് രാജ്യം? അപ്പോഴാണ് കൃഷ്ണന്റെ ഉപദേശം തുടങ്ങിയത്. ക്ലൈബ്യം ആസ്മഗമപാർത്ഥ നഹേദത്വയുപപദ്യതേ ക്ലിഷ്ടം ഹൃദയ ദൗർബല്യം തിക്തോ തിഷ്ഠ പരന്തവ. ഈ ദൗർബല്യം മച്ചുവെച്ച് നീ യുദ്ധം ചെയ്യണം. ക്ലൈബ്യം ആസ്മഗമപാർത്ഥ, ഈ മനോദൗർബല്യം മാറ്റിവെച്ച് നീ മുന്നോട്ട് പോകണം, യുദ്ധം ചെയ്യണം, യുദ്ധം ചെയ്ത് ജയിക്കണം എന്ന് പറയുന്ന സാക്ഷാൽ കൃഷ്ണൻ ഉപദേശിച്ചു കൊടുക്കുന്ന ആധ്യാത്മികമായ ജീവിതത്തിന്റെ വലിപ്പമുണ്ട് ഭഗവത്ഗീതക്ക്. ആ ഭഗവത്ഗീതയെ നോക്കി ഞാൻ പറയില്ല ഭീകരവാദ ഗ്രന്ഥാണ്. എന്തുകൊണ്ട്? ഇന്ത്യ കണ്ട ഏറ്റവും മഹാനായ സഹിഷ്ണുതയുടെയും അഹിംസയുടെയും ജീവൽ രൂപമായി നിന്നിരുന്ന ഗാന്ധിജി നെഞ്ചടക്കി പിടിച്ച ഗ്രന്ഥം അത് ഭഗവത്ഗീതയാണ്. ആ ഭഗവത്ഗീതയെ അങ്ങനെ തള്ളി പറയാൻ കഴിയും? അതുകൊണ്ട് യഥാർത്ഥത്തിൽ പഠിക്കേണ്ടവൻ പഠിക്കേണ്ടിടത്തേക്ക് തന്നെ പോകട്ടെ. എല്ലാ ധർമ്മങ്ങളെയും ഒന്ന് പഠിക്കട്ടെ. ഇവിടെ അഭിനന്ദനായ നാസർ ഫൈസി സൂചിപ്പിച്ചല്ലോ, ഇന്ത്യയുടെ ദാർശനിക വൈപുല്യത്തെ ഒരു സാഗരം പോലെ കയ്യിൽ വെച്ച് ഒരു മഹാസാഗരം കമ്മണ്ടുലാക്കി കൊണ്ടു നടന്നിരുന്നൊരു മഹാസന്യാസിയാണ് ഇന്ത്യയുടെ സന്ദേശത്തെ ലോകത്തോളം വിളിച്ചു പറഞ്ഞിട്ടുള്ള വിവേകാനന്ദ സ്വാമിജി. സ്വാമിജി പറയുന്ന ഒന്നുണ്ട്, യു വിൽ ബി അസ്റ്റോണിഷ്ഡ് ഇഫ് ഐ ടെൽ യു ദാറ്റ് അക്കോർഡിംഗ് ടു ദി ഓൾഡ് സെറമോണിയൽസ് ഹി ഈസ് നോട്ട് എ ഗുഡ് ഹിന്ദു ഹൂ ഡസ് നോട്ട് ഈറ്റ് ബീഫ് എന്നുണ്ട്. ബീഫ് തിന്നാത്ത നല്ല ഹിന്ദു ആയിരുന്നില്ല എന്ന് പഴയ വേദസംഹിതകൾ മുന്നിൽ വെച്ചുകൊണ്ടാണ് വിവേകാനന്ദ സ്വാമിജി പറയുന്നത്. നോക്കൂ നിങ്ങൾ, എന്നിട്ടാണ് ഇന്നിപ്പോ നോക്കൂ നിങ്ങൾ, ഒരു രാജ്യത്തിന്റെ വലിയൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശുദ്ധജല വിതരണം ഉദ്ഘാടനം ചെയ്യുന്നത് പോലെ ഒരു പശുവിന്റെ യോനിഭാഗത്ത് ചെന്ന് നിന്ന് മുഖം കൊടുക്കുന്നു എന്ന് പറയുന്നതിനെ നാണം കെട്ട ഒരു രാജ്യത്തിന്റെ ലജ്ജാവിവശമായ അർത്ഥത്തിൽ ശിരസ് കുനിക്കേണ്ടി വരില്ലേ നാം? അല്ലേ? എന്നാലോചിച്ചോക്കെ, ഒരു പശുവിന്റെ യോനീനാളത്തിന്റെ മുമ്പിൽ ചെന്ന് നിൽക്കുന്നു യോഗി ആദിത്യന. എന്നിട്ട് ഇന്ത്യ കണ്ട ഏറ്റവും വലിയൊരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി. രാജ്യാഭിമാനം എന്ന് പറയുന്നത് ഇതൊക്കെയാണെങ്കിൽ ലോകത്തിന്റെ മുമ്പിൽ നമുക്ക് നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലേ? ഞാൻ പറയുന്നു, വിവേകാനന്ദൻ ഇന്നാണ് ജനിച്ചതെങ്കിൽ യോഗി ആദിത്യനാഥും മോദിയും ഒക്കെ തല്ലുകൊള്ളേണ്ടി വരുമായിരുന്നു. കാരണം വടിയെടുത്തടിക്കുമായിരുന്നു. ഇന്ത്യയിലെ പ്രഗത്ഭരായ ആചാര്യന്മാർ പഠിപ്പിച്ചതല്ല. മനുഷ്യാണാം മനുഷ്യത്വം ഹി ജാതി യഥാ ഗോത്രം ഗവാം ദദാ. മനുഷ്യന് മനുഷ്യത്വം എന്ന് പറയുന്ന ഒരു ജാതിയുണ്ട്. ഏതുപോലെ? ഗോവിന് ഗോത്രം എന്ന ജാതിയുള്ളതുപോലെ എന്ന് കേരളത്തെ പഠിപ്പിച്ചത്, ഇന്ത്യയെ പഠിപ്പിച്ചത് കേരളത്തിന്റെ സാമൂഹിക പരിഷ്കരണ ചരിത്രത്തിന്റെ കൊടുങ്കാറ്റായിരുന്ന ശ്രീ നാരായണ ഗുരുവാണ്. ആ നാരായണ ഗുരുവിനെയും മഹാത്മജിയെയും ഒക്കെ ഓർക്കുന്ന ഇന്ത്യ, ഞാൻ ഉറച്ചു പറയുന്നു, ഈ കൃഷകാത്രനായ മനുഷ്യൻ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഭീകരനായ ഒരു അതികായകന്റെ മുമ്പിൽ തന്റെ മൂക്കിന്റെ നേരെ ചൂണ്ടാൻ കഴിയുന്ന ഒരു കരുത്തുള്ള വിരലുമായി നിൽക്കുന്നുവെങ്കിൽ ഉറച്ചു പറയാം, അതുപോലെ ഇന്ത്യയിലെ 10,000-കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ നമ്മോടൊപ്പമുണ്ട്. നാം നിരാശപ്പെടേണ്ട ഒരാവശ്യവുമില്ല. ഇന്ത്യ നമ്മോടൊപ്പമാണ്. ഹിറ്റ്ലറിന്റെയും മുസോളിന്റെയും ഭാഷയിൽ സംസാരിക്കുന്ന മോദിയുടെ കൂടെയല്ല. മോദി പറയുന്നത് ജന ഉപകാരപ്രദമായ ചിലതെന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതേ ശൈലിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ മെയിൻകാഫ് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാനാകും, അതേ ശൈലിയായിരുന്നു ഹിറ്റ്ലറുടേത്. ഹിറ്റ്ലർ ചില പൊടിക്കൈകൾ ചെയ്യും, എന്നിട്ടോ അതിനേക്കാൾ വലിയ ഭീകരതകൾ കാണിച്ചു തരും. അതെ, വെജിറ്റേറിയൻ ആയിരുന്നു ഹിറ്റ്ലർ. വെജിറ്റേറിയൻ ആയിരുന്നു, സസ്യബുക്കായിരുന്നു.
ഹിറ്റ്ലർ ജനകീയം എന്ന പേരിൽ വംശീയതയുടെ ധ്രുവീകരണം നടത്തിയ ആളായിരുന്നു. അതേ വംശീയ ധ്രുവീകരണമാണ് മോദി എടുത്തിട്ടുള്ളത്. എന്നാലോ ഈ രാജ്യം വളരെയേറെ ഭീകരമാകുന്ന വിധം സാമ്പത്തികമായി നാം പിന്നോട്ട് പോകാണ്. ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി പറഞ്ഞല്ലോ, അൺഓർഗനൈസ്ഡ് ലൂട്ട്. ഇതൊരു തരം സംഘടിതമായ കൊള്ളയാണ്. ഒരു കാലത്ത് 8.2 GDP റേറ്റിലേക്ക് ഇന്ത്യ കുതിച്ചു പോകുമ്പോ ഫാസ്റ്റസ്റ്റ് ഗ്രോവിംഗ് ഇക്കോണമിക് പവർ എന്ന് പറയുന്ന അർത്ഥത്തിലേക്ക് ഈ രാജ്യം മുന്നോട്ട് പോകുമ്പോഴാണ് ഇന്ന് 6.2 താഴോട്ട് പോകുന്നത്. ഇത് മറച്ചു വെക്കാനാണ് മോദി ഇപ്പൊ നാൽക്കാലി വിവാദം കൊണ്ടുവന്നത്. നാൽക്കാലികൾക്ക് മനസ്സിലാവില്ലെന്ന് വിചാരിച്ച് മനുഷ്യർക്ക് മനസ്സിലാകുമെന്ന് മോദിക്ക് മനസ്സിലാകാത്തതാണ് നാൽക്കാലിക്കൊപ്പം നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് അദ്ദേഹത്തെ എത്തിച്ചത്. നാൽക്കാലിക്ക് മനസ്സിലാവില്ല, പക്ഷെ ഞങ്ങൾക്ക് മനസ്സിലാവും. എന്തിനാകും മോദി ഈ പരിപാടി തുടങ്ങിയത്? ഇന്ത്യയിലെ GDP റേറ്റ് ഭയാനകമാം വിധം താഴോട്ട് പോകുന്നു. ഇന്ത്യയുടെ ആഭ്യന്തര സാമ്പത്തികാവസ്ഥ തകർന്നടിയുന്നു. രാജ്യത്തിന്റെ നട്ടെല്ലൊടിയുന്നു. ആ നട്ടെല്ലൊടിയുന്നതിന് മുമ്പിൽ ഒരുതരം ഗിമ്മിക്ക് കാണിക്കാനാണ് മോദി ഇത്തരം പരിപാടികൾ ചെയ്യുന്നത്. ഭയക്കേണ്ടതില്ല. ധ്രുവീകരണങ്ങൾ ഉണ്ടാകുമ്പോൾ ഇതുപോലെ കുറെ മനുഷ്യരുണ്ട്. നമുക്ക് ഈ ഇത്തരം മനുഷ്യരുടെ കൈപിടിച്ചു നിൽക്കാം. അല്ലാഹു തൗഫീഖ് തരുമാറാകട്ടെ. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.